ഓസ്ട്രേലിയ കടുത്ത നിയമം പാസ്സാക്കാൻ പോകുന്നു. നിങ്ങൾക്കറിയാം, ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തു. ഓസ്ട്രേലിയയിൽ മുഴുവനും അവിടെയുള്ള റെഫ്യൂജി ആയിട്ടും മറ്റുള്ള രീതിയിലും സിറ്റിസൺഷിപ്പ് എടുത്ത ആൾക്കാരും ആൻറ്റിസെമറ്റിക് റാലിയും പ്രശ്നങ്ങളും അവിടുത്തെ സിനഗോഗൊക്കെ കത്തിക്കുകയും വലിയ പ്രശ്നമായിരുന്നു. അപ്പം അതിൻ്റെ ആദ്യപടിയായിട്ട് ഓസ്ട്രേലിയയിൽ ഉണ്ടാകുന്ന ആദ്യത്തെ സംഭവം എന്ന് പറയുന്നത് പാർലമെൻറ്റിൽ യുനാനിമസ് ആയിട്ടൊരു ബില്ല് പാസ്സാക്കാൻ പോവുകയാണ്. അതായത് അവിടെ പൗരത്വം കിട്ടിയ ഇസ്ലാം വിശ്വാസികളായിട്ടുള്ള പ്രശ്നങ്ങളിൽ പങ്കെടുത്തവർ, അതായത് ആൻറ്റിസെമിറ്റിസം, അതേപോലെ ഓസ്ട്രേലിയക്കാർക്കെതിരെയുള്ള ഇഷ്യൂ, അതേപോലെ തന്നെ അവിടെ ക്രൈസ്തവർക്കെതിരെ നടന്ന പ്രകടനം, അവിടെ ആ പ്രകടനങ്ങളൊക്കെ നടന്നു. മനസ്സിലാക്കണം, ഓസ്ട്രേലിയ എന്ന് പറയുന്നത് ഒരു കൂടുതലും പ്രൊട്ടസ്റ്റന്റ് ബിലീവേഴ്സ് ആയിട്ടുള്ള രാജ്യമാണ്. അപ്പോൾ അവർ ചെയ്യാൻ പോകുന്ന സംഭവം എന്ന് പറയുന്നത് പാർലമെന്റിൽ എൻ്റെ ഡിസ്കഷൻ സംഭവം വലിയ വലിയ വാർത്തകളായിട്ട് തന്നെയാണ് പല രീതിയിൽ പറയുന്നത്. അപ്പം എന്താണ് ആദ്യത്തെ സംഭവം എന്ന് പറയുന്നത്? അവിടെ സിറ്റിസൺഷിപ്പ് കിട്ടിയിട്ടുള്ള ആൾക്കാർക്ക് അത് റിവോക്ക് ചെയ്യാൻ പോവുകയാണ്. അതായത് സിറ്റിസൺഷിപ്പ്, അതിൻ്റെ അകത്ത് ആദ്യത്തെ ലിസ്റ്റ് എങ്ങാണ്ട് 1500ഓളം ഇസ്ലാമിക വിശ്വാസത്തിലുള്ളവരുടെ പ്രശ്നം കാണിച്ചവർക്കെതിരെയാണ് ആദ്യത്തെ സംഭവം. അത് റിവോക്ക് ചെയ്യും. പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം, 1000-ൽ പരം ഇന്ത്യൻ വിദ്യാർത്ഥികളെയാണ് ഓസ്ട്രേലിയ അവിടുന്ന് പഠിപ്പ് നിർത്തലാക്കി ഇന്ത്യയിലോട്ട് പറഞ്ഞു വിടുന്നത്. മനസ്സിലാക്കുക, ഈ 1000-ഓളം വിദ്യാർത്ഥികൾ അവിടെ വിസ വയലേഷൻ നടത്തി. അപ്പോൾ സ്റ്റുഡൻറ് വിസയ്ക്കകത്ത് ഇത്ര മണിക്കൂറേ ജോലി ചെയ്യാവൂ എന്നുള്ളൊരു സംഭവമുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട അവിടെ വലിയ റെയ്ഡും സെർച്ചും ഒക്കെ നടന്നു, പലയിടത്തും പോയിട്ട്. അങ്ങനെ ഏകദേശം 1000-ഓളം ഫസ്റ്റ് ലോട്ടാണ്, 1000-ൽ പരം ഇന്ത്യൻ വിദ്യാർത്ഥികളെയാണ് ആദ്യം വിടുന്നത്. പിന്നീട് ഏകദേശം അതിൻ്റെ അപ്രോക്സിമേറ്റ് കണക്ക് പറയുന്നത്, ഒരു ഏകദേശ കാൽക്കുലേഷൻ അനുസരിച്ച് ഏകദേശം 10,000-ഓളം വിദ്യാർത്ഥികളുണ്ട് ഇന്ത്യയിൽ നിന്നും ഇതേപോലെ ഓവറായിട്ട് വർക്ക് ചെയ്യും. അത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് വയലേഷൻ നടത്തിയ സ്റ്റുഡൻറ് വിസയിൽ പോയവർ, അതായത് സ്റ്റുഡൻറ് വിസയിൽ പോകുന്നു, ഒരു പേരിന് സ്റ്റുഡൻറ് വിസ എടുക്കുന്നു, അതിനുശേഷം അവിടെ പോകുന്നു. അത് പിന്നീട് ഉണ്ടാകുന്നത്, അത് കംപ്ലീറ്റ് ആയിട്ട് വയലേറ്റ് ചെയ്ത് ഇതേപോലെ ആൻറ്റിസെമറ്റിക് പ്രകടനങ്ങളിലും പ്രസ്താവനകളും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഒരു പ്രശ്നം ഉണ്ടാക്കി. ഇതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ അകത്ത് അധികം മനസ്സിലാക്കേണ്ടത്, ഈ ഏറ്റവും കൂടുതൽ അവർ തിരിച്ചുവിടുന്ന വിദ്യാർത്ഥികൾ വലിയൊരു ശതമാനം ഇന്ത്യയിലുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവരാണ്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത്. ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്, അവിടെ സിറ്റിസൺഷിപ്പ് എടുത്ത് ഏറ്റവും കൂടുതൽ പാകിസ്ഥാനികളും ടർക്കിയിൽ നിന്നും മറ്റുള്ള രാജ്യങ്ങളും ഇസ്ലാമിക രാജ്യങ്ങളിൽ വന്നവരും ഇന്ത്യയിൽ നിന്നും പോയവരുണ്ട്. അവിടെ സിറ്റിസൺഷിപ്പ് എടുത്ത ഇന്ത്യക്കാരായ മുസ്ലിങ്ങളുണ്ട്. ഇതും അത് റിവോക്ക് ചെയ്യാൻ, അവരുടെ സിറ്റിസൺഷിപ്പും റിവോക്ക് ചെയ്തിട്ട് ഈ രാജ്യങ്ങളിലോട്ട് അവർ അയക്കാൻ പോവുക. ഈ രാജ്യങ്ങളുമായിട്ടുള്ളവരുടെ കോൺവെർസേഷനും ബൈലാറ്ററൽ ടോക്സും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ രാജ്യം ഇവരെ തിരിച്ചെടുക്കേണ്ടത്? അത് പറയുന്ന സംഭവം, തിരിച്ചെടുക്കാത്ത രാജ്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ആ രാജ്യങ്ങളിലുള്ള പാസ്പോർട്ട് ഹോൾഡേഴ്സിന് ഓസ്ട്രേലിയയിൽ വരാനുള്ള ടൂറിസം വിസ പോലെ അവർ ടെർമിനേറ്റ് ചെയ്യും. എന്നാൽ അല്പം സീരിയസ് ആണ് ഇഷ്യൂ. ഇതാണ് ഞാൻ പല വീഡിയോകൾ കൂടെ പറഞ്ഞത്. എവിടെയോ നിങ്ങൾക്ക് തെറ്റി. ഇത് രാജ്യങ്ങൾ ഓരോന്നായിട്ട് ഏറ്റെടുക്കുകയാണ്. ഓരോ നിയമങ്ങൾ പാസ്സാക്കുക മാത്രമല്ല, സ്റ്റുഡൻസിനെതിരെ അവർ ആക്ഷൻ എടുക്കുന്നു. ഇത് അമേരിക്കയിൽ തുടങ്ങുകയാണെങ്കിൽ ഇത് ലോകം മുഴുവനും വ്യാപിക്കുകയാണ്. അപ്പോൾ ഇത് കാര്യമായ രീതിയിൽ മനസ്സിലാക്കണം. ഇതൊരു ഇഷ്യൂ തന്നെയാണ് ലോകത്ത്. കാരണം ഈ ഹമാസും ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂവിൽ നിന്നാണ് ഇത്രമാത്രം ആൻറ്റിസെമറ്റിക് ആണെങ്കിലും പിന്നീട് ഓസ്ട്രേലിയ വേറെ പ്രകടനങ്ങളൊക്കെ നടന്നു. അവിടുത്തെ സിറ്റിസൺഷിപ്പിന് ആ രാജ്യത്തിനെതിരെ പ്രകടനം നടന്നു. ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ പതാക, കാരണം അവരുടെ ഫ്ലാഗ് കത്തിച്ചു. കാരണം എന്തുകൊണ്ടാണ് അവിടെയുള്ള അവർ പ്രതിഷേധത്തിൽ ചോദിക്കുന്നത്, അതായത് ഓസ്ട്രേലിയക്കെതിരായിട്ടുള്ള പ്രതിഷേധം, ആൻറ്റിസെമറ്റിക് പ്രതിഷേധങ്ങളൊക്കെ പറയുന്നത് ഓസ്ട്രേലിയയിൽ നിന്നും ജൂയിഷ് കമ്മ്യൂണിറ്റി ഉള്ളവരെ പുറത്താക്കണം. ഇതൊക്കെയാണ് ഇവരുടെ ഡിമാൻഡ്. ഇതോടുകൂടി ഒരു കാര്യങ്ങൾ വ്യക്തമാണ്, വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വരികയാണ്. ഇതാദ്യം ഇവിടെ തുടങ്ങി, അമേരിക്കയിൽ തുടങ്ങി, പിന്നെ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ തുടങ്ങി, ജർമ്മനി തുടങ്ങി, ഫ്രാൻസിൽ തുടങ്ങി, ഡെൻമാർക്കിൽ തുടങ്ങി, സ്വീഡനിൽ തുടങ്ങി, ഇപ്പോൾ ഓസ്ട്രേലിയയിലെത്തി നിൽക്കുമ്പോൾ മലയാളികളായ പല ആൾക്കാരും കുട്ടികളാണെങ്കിലും പഠിക്കാൻ പോലും ഓസ്ട്രേലിയയിൽ പോകുന്നവരുണ്ട്.
ഇവരോടൊക്കെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് കൃത്യമായിട്ട് പറയാം. ഈ ഏജൻസികൾ പറയുന്ന പല കാര്യങ്ങളും വിശ്വസിക്കരുത്. ഏജൻസികൾ പണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് നിങ്ങളെ അവിടെ കൊണ്ടുവന്ന് ട്രെയിനിങ് കൊടുത്ത് ഇവിടെ അഡ്മിഷൻ കിട്ടും, അവിടെ അഡ്മിഷൻ കിട്ടും. ഇതൊക്കെ പറഞ്ഞ് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു സംഭവം, നിങ്ങളൊരു രാജ്യത്ത് പഠിക്കാൻ പോവുകയാണെങ്കിൽ ആ രാജ്യത്തിൻ്റെ ഡിസിപ്ലിൻ നിങ്ങൾ പാലിക്കണം. മനസ്സിലാക്കി എത്രയോ ലക്ഷവും കോടികളും കൊടുത്തിട്ടാണ് പല കുട്ടികളും, അതായത് ഹ്യൂജ് മണി കൊടുത്തിട്ടാണ് ഹോസ്റ്റലിലൊക്കെ പഠിക്കാൻ പോകുന്നത്. അപ്പം ആ നിയമത്തിൻ്റെ അവരുടെ വിസ റെഗുലേഷൻ എല്ലാം ഇത്രയും കർക്കശമാക്കാൻ കാരണം എന്താ? നിങ്ങളെപ്പോലുള്ള പല വിദ്യാർത്ഥികളും ആ രാജ്യത്ത് പോയി ആ രാജ്യത്തിനെതിരായിട്ട്, ആ രാജ്യത്തിൻ്റെ പ്ലൂറൽ മൾട്ടി കൾച്ചറൽ സൊസൈറ്റിക്കെതിരായിട്ട് നിങ്ങളവിടെ പ്രതിഷേധം നടത്തുന്നു, സോഷ്യൽ മീഡിയയിൽ കൂടെ ക്യാമ്പയിൻ ചെയ്യുന്നു. ഇപ്പം മനസ്സിലാക്കുക, അവിടെ ഭരിക്കുന്നൊരു ലിബറൽ, ഒരു ലെഫ്റ്റ് ഗവൺമെൻറ്റാണ് ആൽബനീസ്. ആ ഗവൺമെൻറ്റും അവിടുത്തെ പ്രതിപക്ഷവും അവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടി യുനാനിമസ് ആയിട്ടാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. ഈ കുട്ടികളെ മാത്രമല്ല പുറത്താക്കുന്നത്, പഠിക്കാൻ വരുന്നത്. ഇനി ഫ്യൂച്ചറിൽ പഠിക്കാൻ വരുന്ന കുട്ടികളെ പോലും മോണിറ്റർ ചെയ്യാൻ അവർ തീരുമാനിച്ചു. അതായത് മുസ്ലിങ്ങളായിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവരുടെ എണ്ണം കുറയ്ക്കണം. ഇതൊക്കെ ഔദ്യോഗികമായിട്ട് വന്നിട്ടില്ല. ഇതൊക്കെ അവിടെ സോഷ്യൽ മീഡിയയിലും വാട്സപ്പിൽ പോകുന്ന സന്ദേശങ്ങളാണ്. അവരുടെ എണ്ണം കുറയ്ക്കണം. ഇത് സെയിം ഓസ്ട്രേലിയയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സെയിം ആയിരിക്കും ന്യൂസിലാൻഡിൽ ഉണ്ടാകാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, രണ്ടും അടുത്തടുത്തുള്ള രാജ്യങ്ങളാണ്. ഇവിടെ ഉണ്ടായ സംഭവം നേരെ ന്യൂസിലാൻഡിലും ഉണ്ടാകും. ഇതിനകത്ത് ഒരു കാര്യം ഞാൻ വീണ്ടും കൃത്യമായിട്ട്, കാരണം ഞാനൊരു മലയാളിയാണ്, നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നവരാണ്, അതായത് മലയാളി നിങ്ങൾക്കറിയാവുന്നൊരു വസ്തുതയാണ്. ഇതിനകത്ത് ഒന്നും ചെയ്യാത്ത പല ആൾക്കാരുണ്ട് മുസ്ലിങ്ങളായിട്ടുള്ളത്. നിങ്ങൾ നിശബ്ദമായിട്ടിരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പം നീ ചോദിക്കുക, എന്താണ് നിങ്ങൾ നിങ്ങൾ ഈ പറയുന്ന ഹമാസിനെ അനുകൂലിക്കുന്ന ആൾക്കാരെ നിങ്ങൾ എതിർക്കാൻ പഠിക്കണം. നിങ്ങൾ ലോകത്തെ ടെററിസം നടത്തുന്ന ആൾക്കാരെ, അവരെ പൂർണ്ണമായിട്ട് എതിർക്കാൻ നിങ്ങൾ പഠിക്കണം. അത് കൃത്യമായിട്ട് നിങ്ങൾ ഇടപെട്ട് ഇൻ്റർവീൻ ചെയ്ത് ഇവരെ തടഞ്ഞിരുന്നുവെങ്കിൽ ഇത്രമാത്രം പ്രശ്നം ഉണ്ടാവത്തില്ല. എന്തുകൊണ്ട് ഇത്രമാത്രം ഇന്ത്യൻ സ്റ്റുഡൻസിനെ സാക്ക് ചെയ്യുന്നത് ആലോചിച്ച് നോക്കുക. കാരണം ഇന്ത്യൻ സ്റ്റുഡൻസ്, കാരണം ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ്, ഓസ്ട്രേലിയ ജനാധിപത്യ രാജ്യമാണ്, അവരെല്ലാ ജനാധിപത്യ മൂല്യങ്ങളും അംഗീകരിക്കുന്നവരാ എന്നും പറഞ്ഞ് ആ രാജ്യത്ത് പോയി അവർ വേറൊരു കമ്മ്യൂണിറ്റിക്കെതിരെ അവിടെ പ്രതിഷേധം, സിനഗോഗ് കത്തിക്കുക, സംഭവങ്ങൾ നടത്തി കഴിഞ്ഞാൽ ഒരു രാജ്യം നിങ്ങളെ കയറ്റത്തില്ല. ഇനി അതാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. നിങ്ങൾക്കിപ്പം നിങ്ങൾക്ക് ദുബായിലോ മിഡിൽ ഈസ്റ്റോ പലയിടത്തും പോകാൻ സാധിക്കും. മറ്റുള്ള പല രാജ്യത്ത് നിങ്ങൾക്ക് എൻട്രി തരത്തില്ല. നിങ്ങളുടെ പേര് കണ്ടാൽ അപ്പോഴും നിർത്തും. അപ്പം അതിലൊക്കെയാണ് ഓസ്ട്രേലിയ പോകുന്നത്. എനിക്കറിയാവുന്ന എൻ്റെ സുഹൃത്തുക്കളുടെ മക്കൾ, അവരുടെ എത്രയോ പേര് അവിടെ മൈഗ്രേറ്റ് ചെയ്ത് ജീവിക്കുന്നവരാണ്, മുസ്ലിങ്ങളായിട്ടുള്ളവർ. ഇവർക്കൊക്കെ ഉണ്ടാകാൻ പോകുന്ന ഗതികേട് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇവരൊക്കെ പല ആൾക്കാരും ഓസ്ട്രേലിയ വിദ്യാഭ്യാസത്തിന് പോകാനിരിക്കുന്നവരാണ്. പല രീതിയിൽ നിങ്ങൾ ട്രെയിനിങ് ആണെങ്കിൽ ഇതേപോലെ ഏജൻസികളുടെ അടുത്തൊക്കെ പോയി ഓരോ കൗൺസിലിംഗ് കഴിഞ്ഞു പോയവരുണ്ട്, പണം സ്വരൂപിച്ച് വെക്കുന്നവരുണ്ട്. ഇതാണ് സ്ഥിതിയെങ്കിൽ വരാനുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം, കാനഡ ഇതിനേക്കാൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂളാണ് കൊണ്ടുവരാൻ പോകുന്നത്. ആദ്യം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ട്രംപ് വന്ന് ലോകത്ത് മാറ്റങ്ങൾ കൊണ്ടുവരുവാണ്. ട്രംപ് വന്നു, ഒരു കാര്യം വ്യക്തമായി, ലോകത്ത് ലിബറൽ ലെഫ്റ്റ് സെൻട്രിസ്റ്റ് എന്ന സാധനം ഇല്ലാതാവുക. എല്ലായിടത്തും കയറി വരുന്ന ഫാർ റൈറ്റ് വിങ് ആണ്. അപ്പം അവിടെ പലയിടത്തും അവിടെ ഭരിക്കുന്ന, പിന്നെ ഫ്രാൻസ് എന്ന് പറയുന്നത് സെൻട്രിസ്റ്റാണ്, ഇമ്മാനുവൽ മാക്രോൺ. പക്ഷെ അയാളെടുക്കുന്ന തീരുമാനങ്ങളല്ല ഫാർ റൈറ്റിൻ്റെ തീരുമാനം. ഇതാണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ഓരോന്നും എടുക്കുക. അതായത് സ്കോൾസ് എന്ന് പറയുന്നത് ജർമ്മൻ ചാൻസലർ എന്ത് തീരുമാനമെടുത്ത് ഓരോ കെട്ടുകണക്കിന് ഫ്ലൈറ്റ് കണക്കിന് ആൾക്കാരെ തിരിച്ചു വിട്ടുകൊണ്ടിരിക്കുക. അസൈലം എന്ന് പറയുന്ന സാധനങ്ങൾ സസ്പെൻഡ് ചെയ്തു, ആ സംഭവം വേണ്ടാന്ന് വെച്ചു. അപ്പോൾ അയാൾ ഫാർ റൈറ്റിൻ്റെ രീതി ചിന്തിക്കുക. ഇതിലൊക്കെ എല്ലാം നിങ്ങളെ നയിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഈ അന്ധമായിട്ട് മതവുമായിട്ട് ബന്ധപ്പെട്ട് തീവ്രവാദത്തെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഓരോന്ന് അലയ്ക്കും. നിങ്ങളുടെ ധാരണ ഈ വാട്സപ്പിൻ്റെ അകത്തൊക്കെ മെസ്സേജ് എന്ന് പറയുന്നത് അവിടുത്തെ പല സെക്യൂരിറ്റി ഏജൻസീസ് നിങ്ങളെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഇപ്പം ഏതെങ്കിലും രാജ്യത്ത് വാട്സപ്പിൻ്റെ സർവീസ് ഉണ്ടെങ്കിൽ വളരെ കൃത്യമായ മാൻഡേറ്ററിയാണ്, സെക്യൂരിറ്റി പർപ്പസിൻ്റെ കാര്യം കൊണ്ട് അതിൻ്റെ സെർവർ ആ രാജ്യത്തായിരിക്കണം. നിങ്ങളിത് എൻക്രിപ്റ്റഡ് എന്ന് പറയുന്നത് നിങ്ങൾ അന്യോന്യമുള്ളതാണ്. ഇത് ഈ സെക്യൂരിറ്റി ഏജൻസിക്ക് എല്ലാം ഓപ്പൺ ചെയ്ത് കൈ കൊടുക്കും.
ഇതാണ് അതിൻ്റെ സംഭവം. കാരണം നിങ്ങൾ ഇപ്പം എങ്ങനെയാണ് ഇത്ര ആൾക്കാർ അവിടെ ജോലി ചെയ്യുന്നു, സ്റ്റുഡൻസായി വിസായി ജോലി ചെയ്യുന്നു, എങ്ങനെയാണ് ഇത്രയും പേരെ ക്യാപ്ചർ ചെയ്യുന്നത്? നിങ്ങൾക്കറിയാം റീസൺ എന്തുവാണ്? അതായത് നിങ്ങൾ ഈ വാട്സപ്പിൽ കൂടെ അയക്കുന്ന സംഭവം, മെസ്സേജുകൾ അയക്കുന്നു, അവിടെ അയക്കുന്നു, ഇവിടെ അയക്കുന്നു, ഇതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിൽ ചെയ്യാനൊക്കെ വളരെ നിമിഷം കൊണ്ട് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്കറിയാം ട്രാൻസ്ലേഷൻ. ഇപ്പോൾ ChatGPT ആണ്, മറ്റു പല ലാംഗ്വേജ് മോഡലുണ്ട്, അതായത് AI മോഡൽ. ഇതിനകത്തുനിന്ന് കംപ്ലീറ്റ് ആയിട്ട് സംഭവം എടുക്കുക. കാരണം നിങ്ങൾക്ക് അവിടെ ജോലി കിട്ടി, നിങ്ങൾ ഇത്ര മണിക്കൂർ അവിടെ ജോലി, ഇത്ര മണിക്കൂർ അവിടെ ജോലി ചെയ്യുന്നു. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ആരെയാണ് പോക്കിയത്? മുസ്ലിംസിനെ. അത് അൾട്ടിമേറ്റായിട്ട് നിങ്ങളെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ആണ് ഇതിൻ്റെ അത് ഇഷ്യൂ എന്ന് പറയുന്നത്. ഇത് ഫർദറായിട്ട് പോയി കഴിഞ്ഞാൽ എന്തുവാ സ്ഥിതി? നിങ്ങൾക്ക് ഈ മുസ്ലിം പേരുള്ളവർക്ക് ലോകത്തെവിടെ പോകാനും പറ്റത്തില്ല, ലോകത്ത് ഹയർ സ്റ്റഡീസിന് പോകാൻ പറ്റത്തില്ല. ആ രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. നിങ്ങളുടെ ഉസ്താദന്മാരും നിങ്ങൾ ഈ പറയുന്ന ടെററായിട്ടുള്ള അനുകൂലിക്കുന്ന ആൾക്കാർ, അവർക്ക് നിങ്ങളെ ഏത് രീതിയിൽ സഹായിക്കാൻ പറ്റും നിങ്ങൾ പറയും. ഇത് ഞാനീ പറയുമ്പോൾ സീനിയറായിട്ടുള്ള ആൾക്കാരും ഈ കുട്ടികളുടെ പേരൻസും ഒക്കെ മനസ്സിലാക്കേണ്ട സംഭവമാണ്. ലോകത്ത് വലിയ ചേഞ്ചസ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് റീട്രിയേറ്റ് ചെയ്യുകയാണ്. ആ ചേഞ്ച് എന്ന് പറയുന്നത് ട്രംപാണ് ഇപ്പോഴത്തേനും മുഴുവനും കാരണക്കാരൻ. അത് ഫോളോ ചെയ്യുവാണ് എല്ലാ രാജ്യങ്ങളും. അതാണ് അമേരിക്ക ഒരു സംഭവം കൊണ്ടുവന്നു കഴിഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങൾ ഫോളോ ചെയ്യും. ഇതാണ് അതിൻ്റെ അകത്ത് നമ്മൾ എപ്പോഴും നോക്കിക്കാണോ എന്താണ് അമേരിക്ക കൊണ്ടുവരുന്നത്, അത് മറ്റുള്ള രാജ്യങ്ങൾ ഫോളോ ചെയ്യും. കാരണം എല്ലാ രാജ്യങ്ങൾക്കും അവരുടെ നാഷണൽ സെക്യൂരിറ്റി, അവിടുത്തെ സിറ്റിസൻ്റെ റൈറ്റ്, അവരുടെ പ്ലൂറൽ സൊസൈറ്റി, മൾട്ടി കൾച്ചറൽ സൊസൈറ്റി, ഇതിലൊക്കെ ഇത് ബാധകമാണ്. ഇത് കാഫിർ എന്നുള്ള വാക്ക് തന്നെയാണ് ഇത് വലിയ ഇഷ്യൂ. കാരണം മറ്റുള്ളവരെ നിങ്ങൾ അടുപ്പിക്കുന്നില്ല, ബാക്കിയുള്ളവരെ നിങ്ങളെല്ലാം വളരെ മോശപ്പെട്ടവനായിട്ട് കാണുന്നു. ഇത് ഇവിടൊക്കെ തന്നെ പല ഇഷ്യൂസ് ഉണ്ട്. ഇത് നിങ്ങൾ വിചാരിക്കരുത്. ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം, നിങ്ങൾ ഇത് വീഡിയോ കേൾക്കുന്ന ആൾക്കാർ ഒരിക്കലും വിചാരിക്കരുത് ഈ ക്രിസ്ത്യൻ കൂടുതൽ പോപ്പുലേഷനുള്ള രാജ്യന്മാർ മണ്ടന്മാരാന്ന് വിചാരിക്കരുത്. ആ രാജ്യത്തെ എത്രയോ വർഷങ്ങൾ കൊണ്ട് ഡെവലപ്പ് ചെയ്ത ആൾക്കാരാണ് അവരുടെ പൂർവികന്മാർ. ഒന്നാമത് അവർക്ക് വ്യക്തമായിട്ട് അറിയാം നിങ്ങളൊരു സംഭവം ചെയ്യുന്ന ഉള്ളിയെടുത്ത് കുറെ കളയാൻ. നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾ ഭയങ്കര മിടുക്കരോ ഒരു മണ്ടന്മാരും വന്ന്. കാരണം ഇവരുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ എനിക്കറിയാവുന്ന സംഭവം. കാരണം അതുകൊണ്ടാണ് ആ രാജ്യം വലിയ മികച്ച രാജ്യമായി മാറിയത്. അതുകൊണ്ട് തന്നെയാണ് ആ രാജ്യം മറ്റുള്ള ആൾക്കാരെ മുഴുവനും റിസീവ് ചെയ്യാനും അവരെ താമസിപ്പിക്കാനും തയ്യാറായത്. അതാണ് ആദ്യം വിചാരിച്ചത്. ഇപ്പോൾ അവർക്ക് ക്രിസ്ത്യൻസിനെ മാത്രം എടുക്കണം, അവർക്ക് ഈ സൗത്ത് അമേരിക്കയെന്നും ഈ കാത്തലിക്സും ക്രിസ്ത്യൻസ് ഉള്ള രാജ്യത്താണല്ലോ എടുക്കാം. പക്ഷെ അവരെന്താ പറയുന്നത്, ഞങ്ങൾക്ക് മൾട്ടി കൾച്ചർ എല്ലാവരും കൂടെ ഉള്ളവർ വേണം. അത് ലോകത്തിൻ്റെ മോഡേണിസത്തിൻ്റെ ഭാഗമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ കയറിയിട്ട് ഈ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പടിയടച്ച് പിണ്ടം വെക്കുമെന്നൊരു സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ നമ്മുടെ ആൾക്കാരൊക്കെ പറയുന്നത് അതേപോലെ ആയിട്ടുണ്ട് ഈ ഗ്ലോബലായിട്ട് മുസ്ലിങ്ങൾക്ക് കിട്ടിയ ലോകത്തിലെ ഏറ്റവും വലിയ അടി. നിങ്ങളാ തീരുമാനിക്കേണ്ട എവിടെ മാറണ്ട. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. കാര്യം കൃത്യമായിട്ട് പറയാം, വരാൻ പോകുന്ന ദിവസം ഗ്ലോബലായിട്ട് ലോകം മുഴുവനും മാറുകയാണ്. ഈ ഓസ്ട്രേലിയയിലുണ്ടായി അടുത്ത ചേഞ്ച്, അതായത് ഈ അടിച്ചിരിക്കുന്ന വേവ് മറ്റുള്ള രാജ്യങ്ങൾ ഫോളോ ചെയ്യും, ന്യൂസിലാൻഡ് ഫോളോ ചെയ്യും, അവിടുന്ന് എടുത്ത് ദൂരെ കളയും. അവസാനം എവിടെയും പോകാനില്ല. കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് പോകാൻ പറ്റിയ ഈ മിഡിൽ ഈസ്റ്റിലും നിങ്ങൾ മനസ്സിലാക്കുക, UAE തന്നെ ബംഗ്ലാദേശികളെയും പാകിസ്ഥാനികളെയും അവർക്ക് വർക്ക് വിസ കൊടുക്കുന്നില്ല. അത് കുറച്ച് കഴിയുമ്പോൾ സൗദിയും ഫോളോ ചെയ്യും. എന്തുകൊണ്ടാണ് ഫോളോ ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് ഈ രാജ്യങ്ങളൊക്കെ ഈ രീതിയിൽ ഫോളോ ചെയ്യേണ്ട കാര്യം എന്ത്? ആ രാജ്യത്തിൻ്റെ സെക്യൂരിറ്റിയാണ് പ്രശ്നം. അതാണ് ഇഷ്യൂ, പ്രധാനപ്പെട്ട ഇഷ്യൂ. കാരണം നിങ്ങളൊരു ഗ്ലോബൽ ഡിസ്റ്റർബൻസ് ഫാക്ടറായി മാറി. നിങ്ങൾ എന്നെ വന്ന് ഇതിൻ്റെ അകത്ത് താഴെ വന്ന് തെറി വിളിച്ചോടൊന്നും കാര്യമൊന്നുമില്ല. യാഥാർത്ഥ്യം മനസ്സിലാക്കുക. എവിടെയോ കാര്യമായി പിഴച്ചു. ആ പിഴവെന്താണെന്നതിന് കൃത്യമായിട്ട് കണ്ടുപിടിച്ച് സ്കാൻ ചെയ്ത് പോസ്റ്റ്മോർട്ടം ചെയ്തില്ലെങ്കിൽ മുസ്ലിം പേരുള്ളവർ തന്നെ ലോകത്ത് ഇതേപോലെ കംപ്ലീറ്റ് ആയിട്ട് ഐസൊലേറ്റഡ് ആയി പോകും. ഇതാണ് ഇനി ഉണ്ടാകാൻ പോകുന്ന ഫ്യൂച്ചർ എന്ന് പറയുന്നത്.